अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ് പുതുവർഷം ആരംഭിക്കുന്നതാണ്. മുസ്ലിങ്ങളായ നാം ചന്ദ്രമാസത്തിലൂടെയും അതുപോലെ സൗര വർഷത്തിലൂടെയും പുതുവർഷം ആരംഭിക്കാറുണ്ട്. ചന്ദ്രമാസം മുസ്ലിങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് പുരാതന കാലങ്ങളിൽ മറ്റ് ഒരുപാട് സമൂഹങ്ങൾ ഇത് പിൻപറ്റി പോന്നിരുന്നു. അവർ ചന്ദ്രവർഷത്തോടുകൂടി വർഷം ആരംഭിച്ചിരുന്നു. ചൈനക്കാരിലും ഹിന്ദുക്കളിലും മറ്റ് പല മതങ്ങളിലും ഇത് കണ്ടുവന്നിരുന്നു. ഇസ്ലാമിന് മുമ്പ് അറബികളിലും ദിവസങ്ങളുടെ കണക്ക് ചന്ദ്രമാസ കലണ്ടറിലൂടെയാണ് നിശ്ചയിച്ചിരുന്നത്. ഇന്ന് ലോകത്ത് പൊതുവിൽ ഗഗോറിയൻ കലണ്ടറാണ് ഉപയോഗിച്ചു പോരുന്നത്. എല്ലാവരും ഇതിനെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമൂഹവും എല്ലാ രാജ്യത്തും തങ്ങളുടെ ദിവസവും മാസവും കണക്കാക്കുന്നതിന് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കാരണത്താൽ എല്ലാ വർഷവും ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇതിനെ കണക്കാക്കി ജനുവരി 1 വർഷം ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്നു. ഏതുവിധമായാലും വർഷം വരുന്നു, 12 മാസം കടന്ന് അത് പോകുന്നു. അത് ചന്ദ്രവർഷമായാലും ശരി, അല്ലെങ്കിൽ സൗരവർഷം ഗഗോറിയൻ കലണ്ടർ അതിലുള്ള വർഷമാണെങ്കിലും ശരി. എന്നാൽ ലോക ജനത ദിവസവും മാസവും വർഷവും ഭൗതിക ആഘോഷങ്ങളിലും ഭൗതിക ആനന്ദത്തിന് വേണ്ടിയുമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു. അത് മുസ്ലിങ്ങളാണെങ്കിലും ശരി, അമുസ്ലിങ്ങളാണെങ്കിലും ശരി. പുതുവർഷത്തിന്റെ ആരംഭത്തിൽ അത് ജനുവരി 1 ആരംഭിക്കുന്നു. അന്ന് ലോക ജനത എന്തെല്ലാമാണ് ചെയ്യുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ പ്രധാനമായും മറ്റ് പല രാജ്യങ്ങളിലും ഡിസംബർ 31 ജനുവരി 1 മധ്യത്തിലുള്ള രാത്രിയിൽ എന്തെല്ലാം ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത്. രാത്രിയുടെ മധ്യത്തിൽ
ഉണർന്നിരിക്കുന്നു പ്രധാനമായും. എന്ന് മാത്രമല്ല മുഴുവൻ രാത്രിയും അവർ ഉണർന്നിരിക്കുന്നു. വെറും ഒച്ചപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടി, മദ്യം സേവിക്കുന്നതിന് വേണ്ടി, നൃത്താലാപനത്തിന് വേണ്ടി. नाच गाने के लिए। അവരുടെ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം गुज़श्ता साल का इख्तिताम भी അനാവശ്യമായ കാര്യങ്ങളിലും അശ്ലീല പ്രവർത്തനങ്ങളിലും അവസാനിക്കുന്നു. और नए साल का പുതുവർഷത്തിന്റെ തുടക്കവും ഈ അനാവശ്യ കാര്യങ്ങളോടൊപ്പം ആരംഭിക്കുന്നു. ലോക ജനതയിലെ അധിക പേരുടെയും ആത്മീയ ദൃഷ്ടിക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. हो चुकी है। അതിനാൽ ഒരു വിശ്വാസിയുടെ ദൃഷ്ടി എവിടെയാണ് എത്തുന്നത് അല്ലെങ്കിൽ എത്തേണ്ടത് അവിടെ ഇവരുടെ കണ്ണുകൾ എത്തുകയില്ല. मोमिन की नजर पहुंचती है। ഒരു വിശ്വാസിയുടെ മഹത്വം എന്നത് एक मोमिन की शान അവൻ ഈ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും इन लगवियात से बचे और बेजारी का इजहार അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പ്രകടിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, और गौर करे। മറിച്ച് സ്വയം തങ്ങളെ പരിശോധന വിധേയമാക്കുന്നു, एक साल സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം വന്നുപോയി, അതിൽ എന്തെല്ലാമാണ് देकर गया നൽകിപ്പോയത്, അതുപോലെ എന്തെല്ലാമാണ് അത് വാങ്ങിപ്പോയത്. നാം ഈ വർഷം എന്താണ് നഷ്ടപ്പെടുത്തിയത്, അതുപോലെ എന്താണ് നേടിയെടുത്തത്, क्या ഇത് പരിശോധിക്കുന്നു. एक मोमिन ഒരു വിശ്വാസി ഭൗതിക നിലയിൽ താൻ ഈ വർഷം ഇനി എന്താണ് നേടിയത് साल में उसने क्या അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത് എന്ന് പരിശോധിക്കണം. उसकी दुनिया അതായത് में അവന്റെ ഭൗതിക അവസ്ഥയിൽ എന്ത് മേന്മയാണ് ഉണ്ടായത് എന്ന് പരിശോധിക്കണോ, അതോ ദീനിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ നിലയിലും താൻ നേടിയതും നഷ്ടപ്പെടുത്തിയതും എന്താണെന്ന് പരിശോധിക്കണോ. और अगर दीनी ദീനിന്റെ അടിസ്ഥാനത്തിലും ആത്മീയ നിലയിലും പരിശോധിക്കണമെങ്കിൽ ഏത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് അവൻ പരിശോധിക്കേണ്ടത്? ताकि पता चले എന്തിനു വേണ്ടി ഈ വിധം ചെയ്യുന്നത് എന്നാൽ എന്താണ് നഷ്ടമായത് എന്നും എന്താണ് നേടിയതെന്നും അതുമൂലം നമുക്ക് മനസ്സിലാകുന്നതാണ്. जिन्हें अल्लाह ताला ने मसीह माऊद और मेहदी माऊद അഹ്മദികളായ നാം സൗഭാഗ്യരാണ്. അള്ളാഹു മസീമോദിനെയും മെഹദി മൗദിനെയും വിശ്വസിക്കാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങളുടെ ചുരുക്കവും സംക്ഷിപ്തവും നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മോട് പറയുന്നു, ഈ നിലവാരത്തെ നിങ്ങൾ മുന്നിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ശ്രമിച്ചോ അതോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഈ നിലവാരത്തെ നിങ്ങൾ മുന്നിൽ വെക്കുന്നതായാൽ ശരിയായ മൂമിൻ ആകുവാൻ നിങ്ങൾക്കിത് മൂലം സാധിക്കുന്നതുമാണ്. ये शरायत ഈ നിബന്ധനകളാണ്. അതിലൂടെ ചലിക്കുകയാണെങ്കിൽ ശരിയായ നിലയിൽ തങ്ങളുടെ വിശ്വാസത്തെ തിരിച്ചറിയാൻ സാധിക്കും. എല്ലാ അഹമ്മദികളിൽ നിന്നും അവിടുന്ന് ബയ്യത്തിന്റെ പ്രതിജ്ഞ വാങ്ങി. ഈ ബയ്യത്തിന്റെ പ്രതിജ്ഞയിൽ ബയ്യത്തിന്റെ നിബന്ധനകൾ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രവർത്തന രൂപരേഖയും നമുക്ക് നൽകി. എല്ലാ അഹമ്മദികളും അതിൽ പ്രവർത്തിച്ച് पर अमल എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും, എല്ലാ മാസവും, അതുപോലെ എല്ലാ വർഷവും हर महीने और हर साल ആ പ്രവർത്തികളെ വിലയിരുത്തുമെന്ന് പ്രതീക്ഷയും വെച്ചു. अहमदी से उम्मीद और तवक्कुल। അതുകൊണ്ട് നാം വർഷത്തിന്റെ അവസാന രാത്രിയിൽ बस हम साल की പുതുവർഷത്തിന്റെ ആരംഭം ആത്മപരിശോധനയിലൂടെയും अगर ദ്വായിലൂടെയും നിർവഹിക്കുകയാണെങ്കിൽ സ്വയം തങ്ങളെ മെച്ചപ്പെടുത്തുന്നവരായി തീരുന്നതാണ്. എന്നാൽ जाने वाले होंगे ഭൗതിക നിലയിൽ നമ്മളും ആശംസകൾ അർപ്പിച്ചും ഭൗതിക കാര്യങ്ങളിലൂടെയും പുതുവർഷത്തെ വരവേൽക്കുകയാണെങ്കിൽ नए साल का നാം നഷ്ടപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങളായിരിക്കും, എന്നാൽ നേടിയത് ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. और पाया कुछ नहीं। അതല്ലെങ്കിൽ അല്പം മാത്രമായിരിക്കും നേടുക. ഒരുപക്ഷെ ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിശോധന दूरियां रह गई हैं, നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ, हमें तसल्ली അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. तो ये दुआ हमें അള്ളാഹു നമ്മുടെ വരും വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ आने ആത്മീയ ബലഹീനത वाले साल की तरह रूहानी कमजोरी दिखाने वाला साल ना हो। പ്രദർശിപ്പിക്കുന്നതായിരിക്കരുത്. മറിച്ച് നമ്മുടെ ഓരോ ചുവടും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിനായി
ഉയരുന്ന ചുവടുകളായിരിക്കണം. നമ്മുടെ ഓരോ ദിവസവും പ്രവാചക ചര്യയിലൂടെ सल्लल्लाहु अलैहि वसल्लम ചരിക്കുന്ന ദിവസങ്ങളായിരിക്കണം. നമ്മുടെ ദിനരാത്രങ്ങൾ हमारे दिन और रात ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിനോട് ചെയ്ത ബൈഅത്തിന്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം. ആ പ്രതിജ്ഞ നമ്മോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നാം उनसे ये सवाल करता है ഷിർക്ക് कि क्या ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ പൂർത്തീകരിച്ചോ? ना करने के अहद को ബിംബങ്ങളെയും സൂര്യചന്ദ്രനെയും പൂജിക്കുന്ന തരത്തിലുള്ള ഷിർക്കല്ല, മറിച്ച് चांद को നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഷിർക്ക് എന്നാൽ പ്രവർത്തനങ്ങളിൽ വഞ്ചനയും अमाल में रिया കപടതയും കലർത്തുന്ന ഷിർക്ക്. അത് ഭൗതിക ആഗ്രഹങ്ങളിൽ പെട്ടുപോകുന്ന ഷിർക്കാണ്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, क्या हमारी നമ്മുടെ സദഖകൾ, हमारे रोजे നമ്മുടെ ധനത്യാഗങ്ങൾ, हमारे सदकात നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തെ ഖൽഖ് പ്രവർത്തനങ്ങൾ, हमारे നമ്മൾ ജമാഅത്തിന്റെ ജോലിക്കായി സമയം നൽകുന്നത് खिदमत के कामों അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് പകരമായി അന്യരെ സന്തോഷിപ്പിക്കുകയും ലോകത്തെ കാണിക്കുന്നതിനും വേണ്ടിയായിരുന്നു. दुनिया दिखावे के लिए तो നമ്മുടെ ഹൃദയങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ हमारे दिल അള്ളാഹുവിന് എതിരായിക്കൊണ്ട് വല്ലപ്പോഴും നിലനിന്നിരുന്നു. के मुकाबले पर खड़ी तो नहीं हो गई थी। ഇതിന്റെ വിശദീകരണം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. इस्लाम ने പറയുന്നു, തൗഹീദ് എന്നാൽ फरमाया നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും कि मुंह ഹൃദയത്തിൽ ആയിരക്കണക്കിന് ബിംബങ്ങൾ സ്വരുക്കൂട്ടുകയും ചെയ്യുന്നതിന്റെ പേരല്ല. പ്രത്യുത ഒരു വ്യക്തി തന്റെ ജോലി, തന്ത്രം, ने काम വഞ്ചന, ഉപായങ്ങൾ और मकर എന്നിവയ്ക്ക് ദൈവതുല്യമായ സ്ഥാനം നൽകുന്നു. खुदा की सी अजमत देता है। അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ इंसान पर അള്ളാഹുവിൽ വെച്ച് പുലർത്തേണ്ടിയിരുന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നു. അല്ലെങ്കിൽ തന്റെ നഫ്സിന് അള്ളാഹുവിന് നൽകേണ്ടിയിരുന്ന സ്ഥാനം നൽകുന്നു. ഈ എല്ലാ അവസ്ഥയിലും അവൻ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ബിംബത്തെ ആരാധിക്കുന്നവനാണ്. അതിനാൽ ഈ നിലവാരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടതാണ്. जायजे की जरूरत പിന്നെ ഇതിനുശേഷമുള്ള ചോദ്യമാണ്, के बाद ये നമ്മുടെ ഈ വർഷം പൂർണ്ണമായും കളവിൽ നിന്ന് हमारा साल പരിശുദ്ധമായിക്കൊണ്ടും झूठ से मुकम्मल तौर पर പരിപൂർണ സത്യസന്ധതയോടുകൂടിയാണോ കടന്നുപോയത്? कायम रहते हुए गुजरने അതായത് സത്യം വെളിപ്പെടുത്തുന്നത് മൂലം पर സ്വയം നഷ്ടം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും സത്യസന്ധതയെ കൈവിടാതിരിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇതിന്റെ നിലവാരം നിർണയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: इसका मयार ഏതുവരെ മനുഷ്യൻ നീതിയിൽ നിന്ന് തടയുന്ന ശാരീരിക വികാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലയോ, लैदा ना हो അതുവരെ रोक देते അവനെ നീതിബോധമുള്ളവൻ എന്ന് വിളിക്കപ്പെടുകയില്ല. പറയുന്നു, സത്യം പറയുന്നത് വളരെ പ്രയാസവും ഭാരമേറിയതുമായ സാഹചര്യം ഇതാണ്. हल और मौका वही है। അതിൽ തന്റെ ജീവൻ അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ അന്തസ്സിന് ക്ഷതമേൽക്കാൻ ഇടവരുന്ന സാഹചര്യത്തിൽ. പിന്നീടുള്ള ചോദ്യം ഇതാണ്: फिर ये सवाल है നാം മ്ലേച്ഛമായ ചിന്തകൾ ഉണ്ടാകാൻ ഇടവരുത്തുന്ന സദസ്സുകളിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തിയോ? അതായത് गंदे ख्यालात ഇന്ന് ഈ കാലഘട്ടത്തിൽ TV, ഇന്റർനെറ്റ് ഇത്തരത്തിലുള്ള देखने में टीवी है വസ്തുക്കൾ, അതിൽ വരുന്ന इस किस्म की ചിന്തകളെ इस पर ऐसे മലീമസമാക്കുന്നതിന് കാരണമാകുന്ന പരിപാടികൾ, को അതിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിച്ച് നിർത്തിയോ? ഒരുപക്ഷെ നാം ഈ മാർഗങ്ങളിലൂടെ इन जरियों से അശ്ലീല സിനിമകളും പരിപാടികളും കാണുകയാണെങ്കിൽ നാം ബയ്യത്തിന്റെ പ്രതിജ്ഞയിൽ നിന്ന് വിദൂരപ്പെട്ട് പോയിരിക്കുകയും നമ്മുടെ അവസ്ഥ പര്യാലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുമാകുന്നു. കാരണം ഈ കാര്യങ്ങൾ ഒരു തരത്തിൽ വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. जना की तरफ പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം फिर सवाल ये है തെറ്റായ ദൃഷ്ടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി സാധ്യമാകുന്ന എല്ലാ പരിശ്രമവും നടത്തിയോ, हर मुमकिन അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? और कर रहे हैं। കാരണം क्या തെറ്റായ ദൃഷ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ बदनजरी का जहाँ तक ഈ കൽപ്പന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കുമുള്ളതാണ്. ये हुक्म जो है औरतों और मर्दों दोनों के लिए है തുറന്ന നിലയിൽ
നോക്കുന്നത് മൂലം അതിൽ തിന്മയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ കണ്ണുകളെ കീഴ്പോട്ട് വെക്കുക, കുനിഞ്ഞ ദൃഷ്ടിയോടെ പ്രവർത്തിക്കുക. പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം ഈ വർഷം ദുർവൃത്തിയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ശ്രമം നടത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നു, മൂമിൻ ചീത്തവിളി നടത്തുക എന്നത് ദുർവൃത്തിയാകുന്നു. ബലപ്രയോഗം നടത്തി കുഴപ്പങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ, കലഹിക്കുമ്പോൾ കഠിനമായ വാക്കുകൾ പറയുന്നു, ചീത്ത വിളിക്കുന്നു. ഒരു മൂമിൻ മറ്റൊരു മൂമിനെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഫാസിക്കാണ്. ഇത് മാത്രമല്ല, ആരോടെങ്കിലും ചെയ്താൽ തന്നെയും അത് ദുഷ്പ്രവൃത്തിയാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, കച്ചവടക്കാരൻ അസഭ്യം പറയുന്നവനാണ്. പറയുന്നു, കച്ചവടം ചെയ്യുക എന്നത് ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ ഈ ആളുകൾ കച്ചവടം നടത്തുമ്പോൾ കളവ് പറയുന്നു, സത്യം ചെയ്ത് വില വർദ്ധിപ്പിക്കുന്നു. അതുപോലെ അവിടുന്ന് നന്ദിയും ക്ഷമയും കാണിക്കാത്തവരെയും ഫാസിഖ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇതാണ് ദുഷ്ചെയ്തികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം. പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം സ്വയം തങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അതായത്, നാം എല്ലാ അക്രമത്തിൽ നിന്നും സ്വയം തങ്ങളെ രക്ഷിച്ച് നിർത്തിയോ? അത് അക്രമം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നു, ആരുടെയെങ്കിലും ഒരു കൈ സ്ഥലം സ്വന്തമാക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും ചെറിയ സ്ഥലം സ്വന്തമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു കല്ല്, അല്ലെങ്കിൽ ചെറിയ ഒരു പാറക്കഷ്ണം, അതുമല്ലെങ്കിൽ ചെറിയ ഒരു മൺകട്ട, അതും തെറ്റായ രീതിയിൽ സ്വന്തമാക്കൽ അക്രമമാണ്. ഈ ഒരു മാനദണ്ഡത്തിലാണ് നാം നമ്മളെ വിലയിരുത്തേണ്ടത്. പിന്നീട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നാം എല്ലാവിധത്തിലുള്ള വിശ്വാസ വഞ്ചനകളിൽ നിന്നും സ്വയം തങ്ങളെ പരിശുദ്ധീകരിച്ചു വെച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്യുന്നവരോട് പോലും നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. ഇതാണ് മാനദണ്ഡം. പിന്നീട് നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നാം എല്ലാ തരത്തിലുള്ള കലഹങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ശ്രമിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നു, ഏഷണി പറഞ്ഞു നടക്കുന്ന ആളുകൾ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഇവർ അപവാദം പറഞ്ഞുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെയുള്ള കാര്യം അവിടെ പറയുകയും ഇവിടുത്തെ കാര്യം അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ കലഹമുണ്ടാക്കുന്നവരാണ്. സ്നേഹബന്ധം ഉള്ളവരുടെ ഇടയിൽ ഈ കൂട്ടർ ഭിന്നിപ്പുണ്ടാക്കുന്നു. അവരും കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അനുസരണം പുലർത്തുന്നവരെയും വിധേയത്വം കാണിക്കുന്നവരെയും വ്യവസ്ഥിതിയുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവരെയും ദീനിന്റെ എല്ലാ പാഠങ്ങളും പിൻപറ്റുന്നവരെയും ഏതെങ്കിലും തെറ്റായ കാര്യത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ പാപമുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തുന്നവർ, അവരും കുഴപ്പക്കാരാണ്. ഇതാണ് കുഴപ്പം അവസാനിപ്പിക്കുവാനും ഫസാദിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള നിലവാരം. പിന്നീടുള്ള ചോദ്യം ഇതാണ്: എല്ലാ തരത്തിലുള്ള ജനദ്രോഹപരമായ ചെയ്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണോ നാം? പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം നമ്മുടെ ശാരീരിക ആവേശത്തിൽ പരാജിതരായി പോകുന്നവരാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഭാഗത്തും അനാവശ്യമായ കാര്യങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശരീര ആവേശത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നതും ഒരു ജിഹാദാണ്. പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം 5 നേര നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു. ഈ വർഷം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നോ? ഇതിനെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ വിവിധ സ്ഥലങ്ങളിൽ താക്കീത് നൽകിയിരിക്കുന്നു. ഉപദേശിക്കുക മാത്രമല്ല, ആജ്ഞ നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നമസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നത് മനുഷ്യനെ ഷിർക്കിന്റെയും കുഫ്രിന്റെയും സമീപത്തെത്തിക്കുന്നു. പിന്നീട് നാം ഈ ചോദ്യം ഉന്നയിക്കേണ്ടതാണ്: തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിനെക്കുറിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നു.
തഹജുദ് നമസ്കാരത്തിന് വേണ്ടി സാഹചര്യം ഒരുക്കുക, അതിൽ സ്ഥിരത ഉണ്ടാക്കുന്നതിന് പരിശ്രമം നടത്തുക. ഇത് സ്വാലിഹീങ്ങളുടെ രീതിയാണ്. പറയുന്നു, ഇത് ദൈവിക സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമാകുന്നു. പറയുന്നു, ഇതിന്റെ ശീലം തിന്മയിൽ നിന്ന് തടയുന്നു. പറയുന്നു, തിന്മകളെ അവസാനിപ്പിക്കുന്നു. കൂടാതെ ശാരീരിക രോഗങ്ങളിൽ നിന്നും ഇത് രക്ഷിക്കുന്നു. പിന്നീട് നാം ചെയ്യേണ്ട ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യത്തിൽ കൃത്യമായി ശ്രമം നടത്താറുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ? ഇത് അള്ളാഹു മോമിനീങ്ങൾക്ക് നൽകിയ പ്രത്യേക കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ്. ഇത് ദുആ സ്വീകാര്യതയുടെ മാർഗവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, സ്വലാത്തില്ലാത്ത ദുആ ആണെങ്കിൽ അത് ആകാശഭൂമിയുടെ മധ്യത്തിൽ തടയപ്പെടുന്നു. ദുആ ചെയ്യുന്നുണ്ടെന്നാൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ ഭൂമിയിൽ നിന്ന് ദുആ ഉയരും, എന്നാൽ അത് ആകാശത്തെത്തുകയില്ല, മധ്യത്തിൽ വന്നു നിൽക്കുന്നു. കാരണം അതിൽ അള്ളാഹു പറഞ്ഞ രീതിയില്ല. ആകാശത്തെത്തിക്കുന്നതിന് വേണ്ടി ഈ ദുആയോടൊപ്പം സ്വലാത്തും ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. പിന്നീട് നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: കൃത്യമായി നാം ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ആരാണ് ഇസ്തിഗ്ഫാറോടൊപ്പം ഒട്ടിച്ചേർന്നിരിക്കുന്നത്, അതായത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു അവന് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മാർഗമുണ്ടാക്കുന്നതാണ്. എല്ലാ പ്രയാസത്തിലും എളുപ്പത്തിന്റെ വഴി ഉണ്ടാക്കി നൽകുന്നതാണ്. അവന്റെ ചിന്താമണ്ഡലത്തിൽ പോലും ഇല്ലാത്ത മാർഗത്തിലൂടെ അവന് റിസ്ക് നൽകുകയും ചെയ്യുന്നതാണ്. പിന്നീടുള്ള ചോദ്യം ഇതാണ്: അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ സ്തുതിക്കാതെ ആരംഭിക്കുന്ന ജോലി പിഴവുള്ളതായിരിക്കും, അതിൽ അനുഗ്രഹമുണ്ടായിരിക്കുകയില്ല, അത് നിഷ്ഫലമായിരിക്കും. പിന്നീടുള്ള ചോദ്യം ഇതാണ്: നാം സ്വന്തക്കാർക്കും അന്യർക്കും എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുമാറി കൊണ്ടിരുന്നോ? നമ്മുടെ കൈകളും നാവുകളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നോ? നാം മാപ്പിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയുമാണോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? വിനയവും എളിമയും നമ്മുടെ പ്രത്യേകതകളായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും സമൃദ്ധിയിലും ഞെരുക്കത്തിലും എല്ലാ അവസ്ഥകളിലും നാം അള്ളാഹുവിനോടൊപ്പം കൂറിന്റെ ബന്ധം വെച്ചു പുലർത്തിയോ? ഒരിക്കലും എന്തെങ്കിലും പരാതി അള്ളാഹുവിനോട് ഉണ്ടായിട്ടുണ്ടോ? എന്റെ ദുആ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഈ ബുദ്ധിമുട്ടിൽ എന്നെ എന്തുകൊണ്ട് അകപ്പെടുത്തി? ഇനി ഈ പരാതി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ മൂമിനായിരിക്കുകയില്ല. പിന്നീട് ഈ ചോദ്യമാണ്: എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ നാം ശ്രമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ അനാചാരങ്ങളും ആചാരങ്ങളും നിങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിൽ നിന്ന് രക്ഷ നേടുക. പിന്നീടുള്ള ചോദ്യം ഇതാണ്: വിശുദ്ധ ഖുർആനിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളെയും നിർദ്ദേശങ്ങളെയും നാം പരിപൂർണമായ നിലയിൽ സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഈ ചോദ്യമാണ്: അഹങ്കാരത്തെയും ധിക്കാരത്തെയും പൂർണ്ണമായും ഉപേക്ഷിച്ചോ? അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നതിനായി പരിശ്രമം നടത്തിയോ? ഷിർക്കിന് ശേഷമുള്ള ഏറ്റവും വലിയ വിപത്ത് അഹങ്കാരവും അഹംഭാവവുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അഹങ്കാരി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരമെന്നാൽ മനുഷ്യൻ സത്യത്തെ നിഷേധിക്കുകയും ജനങ്ങളെ നിസാരമായി ഗണിക്കുകയും അവരെ അവജ്ഞതയോടെ കാണുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുക എന്നതാണ്. പിന്നീട് ഈ ചോദ്യമാണ്: ഉന്നത ധാർമ്മിക ഗുണം സ്വായത്തമാക്കുന്നതിന് വേണ്ടി നാം പരിശ്രമം നടത്തിയോ? ശാലീനതയെയും ദാരിദ്ര്യഭാവത്തെയും സ്വായത്തമാക്കുന്നതിന് പരിശ്രമം നടത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൃഷ്ടിയിൽ ദരിദ്രരുടെ സ്ഥാനം എത്രമാത്രമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു: അല്ലാഹുവേ, എന്നെ ദരിദ്ര അവസ്ഥയിൽ ജീവിപ്പിച്ചാലും ദരിദ്ര അവസ്ഥയിൽ എനിക്ക് മരണം നൽകിയാലും എന്നെ
ദരിദ്ര സമൂഹത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാലും. പിന്നീട് ഈ ചോദ്യമാണ്, എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ മതകാര്യത്തിൽ വളരുവാനും അതിന്റെ അന്തസ്സും യശസ്സും സ്ഥാപിക്കുന്നവരായി നാം മാറുകയും ചെയ്തിരുന്നു. ദീന്യ ദുന്യാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞ നാം എപ്പോഴും ഏറ്റുചൊല്ലാറുണ്ട്. അത് വെറും പുറംചട്ട മാത്രമായിരുന്നു. പിന്നീടുള്ള ചോദ്യം ഇതാണ്, ഇസ്ലാമിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ധനത്തേക്കാൾ അതിന് മഹത്വം നൽകിയും സ്വന്തം അന്തസ്സിനേക്കാൾ അതിന് പ്രാധാന്യം നൽകിയും സ്വന്തം സന്താനങ്ങളെക്കാൾ അതിന് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായി മനസ്സിലാക്കും ചെയ്യുന്ന തരത്തിലുള്ള സ്ഥാനം നാം കരസ്ഥമാക്കിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അള്ളാഹു എന്നെ ഇസ്ലാം മതം നൽകി അയച്ചിരിക്കുകയാണ്. ഇസ്ലാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ അസ്തിത്വത്തെയും അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നതാണ്. മറ്റ് ആരാധ്യ വസ്തുക്കളിൽ നിന്ന് അകന്നു കഴിയുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക. പിന്നീട് നമുക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയിൽ നാം മുന്നോട്ട് ഗമിക്കുന്നതിന് പരിശ്രമം നടത്തുന്നവരായിരുന്നോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പിന്നീട് ഈ ചോദ്യമാണ്, നമ്മുടെ എല്ലാ ബന്ധത്തെക്കാൾ ഉപരി ദൈവിക സൃഷ്ടികൾക്ക് പ്രയോജനം എത്തിക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ കുടുംബമാകുന്നു. അള്ളാഹുവിന് അവന്റെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുകയും അവരുടെ ആവശ്യങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ തന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതാണ്. പിന്നീട് ഈ ചോദ്യമാണ്, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോടുള്ള അനുസരണത്തിന്റെ നിലവാരം നമ്മളിൽ എപ്പോഴും നിലനിൽക്കുന്നതിൽ അതിനായി എപ്പോഴും ദുആ ചെയ്യുകയും തങ്ങളുടെ മക്കളെ അതിനായി ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉന്നത നിലവാരത്തോടുകൂടി നാം അദ്ദേഹത്തോട് അനുസരണം പുലർത്തിക്കൊണ്ടിരുന്നു. അതിൽ വർധനവുണ്ടായിക്കൊണ്ടിരുന്നു. പിന്നീട് ഈ ചോദ്യമാണ്, നാം ബാക്കിയുള്ള എല്ലാ ഭൗതിക ബന്ധങ്ങളും അതിനു മുന്നിൽ ഒന്നുമല്ലാത്ത നിലയിൽ ആക്കി നിസാരമാക്കി മനസ്സിലാക്കുകയും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് സാഹോദര്യ ബന്ധവും അനുസരണവും പുലർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള ചോദ്യം ഇതാണ്, അഹമ്മദിയ ഖിലാഫത്തിനോടുള്ള ആത്മാർത്ഥതയിലും അനുസരണത്തിലും നിലനിന്നുകൊണ്ട് അതിനെ ഉയർത്തുന്നതിനായി ഈ വർഷത്തിൽ നാം ദുആ ചെയ്തുകൊണ്ടിരുന്നു. തങ്ങളുടെ കുട്ടികളെ അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധം വെച്ച് പുലർത്തുന്നതിലേക്കും ആത്മാർത്ഥ ബന്ധം ഉണ്ടാക്കുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവരിൽ ഈ ശ്രദ്ധ ഉണ്ടാകുന്നതിനായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടുള്ള ചോദ്യം ഇതാണ്, കാലത്തിന്റെ ഖലീഫയ്ക്കും ജമാഅത്തിനും വേണ്ടി കൃത്യമായ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ എല്ലാ ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടിയിലൂടെ ആണ് ഈ വർഷം കടന്നുപോയതെങ്കിൽ അല്പം ചില ബലഹീനതകൾ ഉണ്ടായാലും കൂടി നാം ഒരുപാട് നേടിയെടുത്തവരായിരിക്കും. എന്നാൽ ഞാൻ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്കുള്ള അധിക ഉത്തരവും ഫലശൂന്യമാണെങ്കിൽ പിന്നെ നാം ഒരുപാട് പര്യാലോചന നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ അവസ്ഥയിലേക്ക് ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള പരിഹാരം ഇത്തരത്തിലും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ രാത്രിയിൽ ദുആ ചെയ്യുക. ഇന്നൊരു രാത്രിയുണ്ട്, നാളെ അവസാന രാത്രിയാണ്. ഉറച്ച തീരുമാനമെടുക്കുക, ഒരു പ്രതിജ്ഞ ചെയ്യുക. പ്രധാനമായും പുതുവർഷാരംഭത്തിൽ ഈ ദുആ ചെയ്യുക, അല്ലാഹുവേ, ഞങ്ങളുടെ കഴിഞ്ഞുപോയ ബലഹീനതകൾക്കും കുറവുകൾക്കും നീ മാപ്പ് നൽകിയാലും പുതുവർഷത്തിൽ ഞങ്ങൾക്ക് അധികമായി നേടിയെടുക്കാൻ തൗഫീക്ക് നൽകിയാലും ഞങ്ങളെ നഷ്ടപ്പെടുന്നവരാക്കരുതേ. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടേതായ എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തിയാലും. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി സമർപ്പിക്കുകയാണ്. അതിൽ അവിടുന്ന് തന്റെ ജമാഅത്തിനെ ഉപദേശിച്ചിരിക്കുന്നു. ഒരു വിജ്ഞാപനം കണക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവിടുന്ന് പറയുന്നു, എന്റെ മുഴുവൻ ജമാഅത്തും
ഈ സ്ഥലത്ത് ഹാജരായിരിക്കുന്നവർ അല്ലെങ്കിൽ അവരവരവരുടെ സ്ഥലങ്ങളിൽ വാസമുറപ്പിച്ചിരിക്കുന്നവരും ഈ ഉപദേശത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അവർ ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് എന്നോട് പരിഷത്തിന്റെയും അനുചരന്മാരുടെയും ബന്ധമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം ഇതാണ്: അവർ നല്ല പെരുമാറ്റത്തിലും നല്ല ചര്യയിലും തഖ്വയുടെ ഉന്നത നിലവാരത്തിലും എത്തിച്ചേരുക. ഒരു തരത്തിലുള്ള കലഹമോ അക്രമോ ദുർനടപ്പോ അവരുടെ സമീപത്ത് പോലും വരാൻ ഇടവരുത്തരുത്. അവർ 5 നേര നമസ്കാരം ജമാഅത്തോടുകൂടി നിർവഹിക്കുന്നതിൽ കൃത്യത പുലർത്തുന്നവരായിരിക്കണം. അവർ കളവ് പറയരുത്. അവർ ആർക്കും തന്നെ നാവ് കൊണ്ട് മുറിവുണ്ടാക്കരുത്. അവർ ഒരു തരത്തിലുള്ള ദുഷ്പ്രവൃത്തിക്കും ഇരയാവരുത്. യാതൊരു ദുഷ്ടതയും അക്രമവും കലഹവും കുഴപ്പവും ഉണ്ടാക്കുന്ന ചിന്ത പോലും ഹൃദയത്തിലുണ്ടാവരുത്. ചുരുക്കത്തിൽ എല്ലാ രീതിയിലുമുള്ള പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും മൂല്യമില്ലാത്തതും പ്രസ്താവയോഗ്യമല്ലാത്തവയിൽ നിന്നും എല്ലാവിധ ശാരീരിക വികാരത്തിൽ നിന്നും അനുചിതമല്ലാത്ത പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക. എല്ലാവിധ തിന്മകളിൽ നിന്നും സ്വയം തങ്ങളെ രക്ഷിച്ചു നിർത്തുക. പറയുന്നു, അനുചിതമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹൃദയം നിരുപദ്രവകാരിയും യാചകഭാവമുള്ള ദാസനായി മാറുക. വിഷലിപ്തമായ ഭാവം പോലും അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവരുത്. പറയുന്നു, എല്ലാ മനുഷ്യരോടും സഹാനുഭൂതി അവരുടെ പെരുമാറ്റ സംഹിതയായിരിക്കണം. വിശ്വാസിയോട് മാത്രം സഹാനുഭൂതി കാണിക്കാൻ പാടില്ല, മറിച്ച് എല്ലാ മനുഷ്യരോടും സഹാനുഭൂതി കാണിക്കുക എന്നത് അവരുടെ രീതിയായിരിക്കണം. കൂടാതെ അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുക. തങ്ങളുടെ നാവുകളും കരങ്ങളും ഹൃദയത്തിലെ ചിന്തകളും എല്ലാവിധ അശുദ്ധിയിൽ നിന്നും തീവ്ര വികാരങ്ങളുണ്ടാക്കുന്ന രീതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും രക്ഷിച്ചു നിർത്തുക. 5 നേര നമസ്കാരം അങ്ങേയറ്റം കൃത്യതയോടുകൂടി നിലനിർത്തുക. അക്രമം, പക, വഞ്ചന, കൈക്കൂലി, അവകാശധ്വംസനം, അനാവശ്യ താൽപര്യം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുക. ഏതെങ്കിലും മോശമായ സദസ്സുകളിൽ ഇരിക്കരുത്. പിന്നീട് ഇത് സ്ഥാപിതമാകുകയാണെങ്കിൽ ഒരു വ്യക്തി വന്നുപോകുന്നു, അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ആരാധനയോടുള്ള കടമയ്ക്ക് യാതൊരു വിലയും നൽകുന്നില്ല, അക്രമം ഉണ്ടാക്കുന്ന വിഭാഗത്തിലും കഠിനമായ പെരുമാറ്റത്തിലും ദുർനടപ്പുകാരുമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരാളിലാണ് ബന്ധവും ബയ്യത്തിന്റെ പ്രതീക്ഷയുമുള്ളത്, അതിന് വിപരീത അനുപാതത്തിൽ അന്യായമായിക്കൊണ്ട് കാരണം കൂടാതെയും ചീത്തവിളിയും തന്റേടവും അസഭ്യവും കറ്റുകെട്ടിന്റെയും കളവിന്റെയും ശീലവും സ്വന്തമാക്കി അള്ളാഹുവിന്റെ ദാസരെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിദൂരപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അത്തരത്തിലുള്ള അപകടകാരിയായ മനുഷ്യനിൽ നിന്ന് വിട്ടുനിൽക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയുടെ സദസ്സിൽ ഇരിക്കുന്നതിൽ നിന്ന്, സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുന്നതിൽ നിന്നും, ബന്ധം വെച്ച് പുലർത്തുന്നതിൽ നിന്നും രക്ഷ നേടുക. കാരണം ഇത് വളരെ അപകടകരമായ കാര്യമാണ്. അവിടുന്ന് പറയുന്നു, ഏത് മതമായാലും ഏത് സമുദായമായാലും ഇതിനർത്ഥം തബ്ലീഗ് ചെയ്യരുത് എന്നല്ല, മറിച്ച് അന്യരോട് ചെയ്യേണ്ടതാണ്. എന്നാൽ കാപട്യമുള്ളവർ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ അല്ലെങ്കിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ചീത്ത വിളിക്കുന്നതിൽ മാത്രമായി മുഴുകിയിരിക്കുന്നവർ മറ്റൊന്നും സംസാരിക്കുകയില്ല. ജമാഅത്തിന് എതിരായി സംസാരിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. നല്ല പ്രകൃതമുള്ളവർ അവർ അത് കേൾക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, ഏതൊരു മതസ്ഥരായാലും ഏതൊരു സമൂഹമായാലും ഏതൊരു ഗോത്രമായാലും ആർക്കും നഷ്ടമുണ്ടാക്കാനുള്ള ചിന്ത ഉണ്ടാകരുത്. എല്ലാവർക്കും വേണ്ടി സത്യസന്ധനായ ഉപദേശകനാകുക. നിങ്ങളുടെ മജ്ലിസിൽ അധർമ്മിക്കോ അക്രമിക്കോ കുഴപ്പക്കാരനോ ദുർനടപ്പുകാരനോ ഒരിക്കലും വരാൻ ഇടവരുത്തരുത്. നിങ്ങളുടെ സദസ്സുകളിൽ വസിക്കാനും അവർക്ക് അവസരം നൽകരുത്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ചതിയിൽ പെട്ടുപോകാം. ഒരുപാട് സമീപത്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കും വീഴ്ചയുണ്ടാകും. പറയുന്നു, ഈ വിഷയങ്ങളും നിബന്ധനകളുമാണ് ഞാൻ പ്രാരംഭം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ജമാഅത്തിലെ ഓരോ അംഗത്തിനും ഈ എല്ലാ ഉപദേശങ്ങളെയും പിൻപറ്റേണ്ട നിർബന്ധമാണ്. അതിനായി നിങ്ങളുടെ സദസ്സുകളിൽ ഏതെങ്കിലും അശുദ്ധതയോ പരിഹാസമോ തമാശയോ ഉണ്ടാകാൻ പാടില്ല. നല്ല മനസ്സും ശുദ്ധഭാവവും
പരിശുദ്ധ ചിന്താഗതിയോടും കൂടി ഭൂമിയിൽ നടക്കുക. ഓർത്തുകൊള്ളുക, ഒരു തിന്മയും എതിർക്കുന്നതിന് യോഗ്യമല്ല. അതിനാൽ എല്ലാ നേരത്തും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ശീലമുണ്ടാക്കേണ്ട നിർബന്ധമാണ്. എല്ലാ സ്ഥലത്തും പോരടിക്കേണ്ട ആവശ്യമില്ല. മാപ്പ് നൽകാനുള്ള ശീലമുണ്ടാക്കുക. ക്ഷമയോടും ദയയോടും കൂടി പ്രവർത്തിക്കുക. ആരുടെ മേലും അന്യായമായ നിലയിൽ കയ്യേറ്റം നടത്തരുത്. ശാരീരിക വികാരങ്ങളെ അടിച്ചമർത്തുക. ആരെങ്കിലും സംവാദം നടത്തുകയോ മതപരമായ സംസാരം നടത്തുകയോ ചെയ്യുന്നു, അപ്പോൾ മൃദുലമായ വാക്കുകളിൽ സംസ്കാരത്തോടുകൂടി സംസാരിക്കുക. സംവാദം നടത്തണമെങ്കിൽ, മതപരമായി സംസാരിക്കണമെങ്കിൽ സംസ്കാരത്തോട് നല്ല രീതിയിൽ അത് ചെയ്തുകൊള്ളുക. എന്നാൽ ആരെങ്കിലും വിദ്യാഹീനമായ നിലയിൽ പെരുമാറുകയാണെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് അത്തരം മജ്ലിസിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകേണ്ടതാണ്. നിങ്ങളെ വിഷമിപ്പിക്കുകയും ചീത്ത പറയുകയും മോശമായ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജാഗരൂകരാകുക. വിഡ്ഢിത്തത്തെ വിഡ്ഢിത്തം കൊണ്ട് എതിർക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങളും അതുപോലെയായിത്തീരുന്നതാണ്. അള്ളാഹു നിങ്ങളെ മുഴുലോകത്തിനും വേണ്ടി നന്മയുടെയും ധാർമ്മികതയുടെയും മാതൃകയായിത്തീരുന്ന ഒരു ജമാഅത്താക്കി മാറ്റുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് തിന്മയും അക്രമവും കുഴപ്പവും അധാർമികതയുടെ മാതൃകയാകുന്നവരെ ഉടൻ പുറത്താക്കുക. നമ്മുടെ ജമാഅത്തിൽ ഏതൊരാളാണ് എളിമയും നന്മയും ഭയഭക്തിയും ദയയും മൃദുലഭാഷയും നല്ല മനോഭാവവും നല്ല പെരുമാറ്റത്തോടും കൂടി നിൽക്കാൻ സാധിക്കാത്തത്, അയാൾ വളരെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുക. കാരണം ഞങ്ങളുടെ ദൈവം അത്തരത്തിലുള്ള വ്യക്തി ഞങ്ങളിൽ ഉൾപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായും അയാൾ ദൗർഭാഗ്യവനായിക്കൊണ്ട് മരണമടയുന്നതാണ്. കാരണം അയാൾ നേരായ മാർഗം അവലംബിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പുലർത്തുകയും തീർച്ചയായും നല്ല മനസ്സും ദരിദ്രഭാവവും ധാർമ്മികതയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ 5 നേര നമസ്കാരവും ധാർമ്മിക അവസ്ഥയും കൊണ്ട് തിരിച്ചറിയപ്പെടുന്നതാണ്. ആരിലാണ് പാപത്തിന്റെ വിത്തുള്ളത് അവർക്ക് ഈ ഉപദേശത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. പറയുന്നു, നിങ്ങളുടെ ഹൃദയം കളവിൽ നിന്ന് ശുദ്ധവും, നിങ്ങളുടെ കരങ്ങൾ അക്രമത്തിൽ നിന്ന് മോചനവും, നിങ്ങളുടെ കണ്ണുകൾ അശുദ്ധിയിൽ നിന്ന് തേജസ്സും നേടുകയും നിങ്ങളുടെ ഉള്ളിൽ ശരിയായ നിർദ്ദേശങ്ങളും ധാർമ്മികപരമായ സഹതാപവുമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെങ്കിൽ, കാദിയാനിൽ എന്നോടൊപ്പം കഴിയുന്ന എന്റെ സുഹൃത്തുക്കൾ പറയുന്നു, എല്ലാ ശാരീരിക ശക്തിയിലും ഉന്നതമായ ധാർമ്മികത പ്രകടിപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വിഭിന്നമായ അവസ്ഥയിൽ, അതായത് പെരുമാറ്റത്തിൽ എന്തെങ്കിലും ആക്ഷേപം തോന്നുകയോ അല്ലെങ്കിൽ പ്രകൃതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മീയ വൈകല്യമോ അതുമല്ലെങ്കിൽ അവരിൽ മറ്റേതെങ്കിലും മാലിന്യം കാണപ്പെടുകയോ ചെയ്യുന്നയാൾ ഈ നന്മ നിറഞ്ഞ ജമാഅത്തിൽ നിലനിന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ആരെക്കുറിച്ചാണ് നാം എന്തെങ്കിലും പരാതി കേൾക്കുന്നത്? അവൻ അള്ളാഹുവിന്റെ മേലുള്ള കടമ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളയുന്നു, അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പരിഹാസത്തിന്റെയും ആഭാസത്തിന്റെയും മജ്‌ലിസിലിരിക്കുന്നു, എതിരാളികളുടെ അത്തരത്തിലുള്ള സദസ്സുകളിലിരിക്കുന്നു, അവർ പരിഹാസവും ആഭാസ്യവും നടത്തുന്നു, അവരുടെ മലീമസമായ സദസ്സുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർനടത്തം അവരിലുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെ ജമാഅത്തിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. ഇത് നമ്മുടെ മേൽ നിർബന്ധമാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, യഥാർത്ഥ വസ്തുത എന്നത് കൃഷിയിടം വളരെ അധ്വാനത്തോടെയാണ് തയ്യാറാക്കപ്പെടുന്നത്, എന്നാൽ ഉപയോഗപ്രദമാകുന്നു. അതിനോടൊപ്പം മോശമായ കളകളും ഉണ്ടാകുന്നു. അതിനെ മുറിക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്നതിന് മാത്രമാണ് അർഹതപ്പെടുന്നത്. ഇത്തരത്തിലാണ് പ്രകൃതി നിയമവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ ജമാഅത്തും പുറത്താകുകയില്ല. യഥാർത്ഥ നിലയിൽ എന്റെ ജമാഅത്തിൽ പ്രവേശിച്ചവർ ആരാണ് എന്ന് ഞാൻ അറിയുന്നു. അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിന്മയോട് വെറുപ്പും നന്മയോട് സ്നേഹവും ഉണ്ടാക്കുന്നതാക്കിയിരിക്കുന്നു. അവർ ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ നല്ല മാതൃക കാണിക്കുന്നവരായി തീരും എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. നാം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഈ ഉപദേശവും പ്രതീക്ഷയും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ചെയ്ത ബയ്യത്തിന്റെ പ്രതിജ്ഞ അതിനെ പൂർത്തീകരിക്കുന്നവരാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുവാൻ സാധിക്കട്ടെ. നാം നമ്മുടെ ജീവിതം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ആഗ്രഹത്തിന് വിധേയമാക്കിക്കൊണ്ട് നല്ല ജീവിത മാതൃക ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരാകട്ടെ.
അള്ളാഹു നമ്മുടെ ഈ അശ്രദ്ധ അതിനെ മറച്ചുകൊണ്ട് നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിന് വേണ്ടി വിധിക്കപ്പെട്ട വിജയങ്ങൾ അത് നമ്മൾ കാണുമാറാകട്ടെ. പുതുതായി ഉദിക്കുന്ന വർഷം അനുഗ്രഹങ്ങളെ കൊണ്ടുവരട്ടെ. ശത്രുക്കളുടെ പദ്ധതികൾ നശിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യട്ടെ. അവർ ജമാഅത്തിനെതിരിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് ഈ വർഷം കാദിയാനിലെ ജലസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അവർക്കതിൽ വളരെ വിഷമവുമുണ്ട്. അള്ളാഹു ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കട്ടെ. ദ്വീപുകൾ വസിക്കുന്ന അഹമ്മദികളുടെ വിഷമവും ദൂരീകരിക്കുന്ന സംവിധാനം ഉണ്ടാകട്ടെ. ചിലർക്ക് എതിരിൽ തെറ്റായ കേസുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ജയിലുകളിൽ ഈ സമയം തടവുകാരാക്കിയിരിക്കുന്നു. ജയിലിൽ അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അവരെയും മോചിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കട്ടെ. ശത്രു അക്രമത്തിലും ക്രൂരമായ പ്രവൃത്തികളിൽ മുന്നേറുമ്പോൾ നമുക്കും നമ്മുടെ അവസ്ഥയെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുഗുണമാം വിധം തയ്യാറാക്കിക്കൊണ്ട് ദുആയിൽ ഒരുപാട് ശക്തി ചെലുത്തേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു നമുക്കിതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.